കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ധ്യാനം. നമോസ്തുതേ വ്യാസവിശാല ബുദ്ധേ ഫുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങളുടെ മലയാളത്തിലുള്ള ആഖ്യാനമാണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ അർജുന വിഷാദയോഗത്തിൻ്റെ മലയാളത്തിലുള്ള ആഖ്യാനം 5 വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട്. 2-ാം അധ്യായം സാഖ്യയോഗത്തിൽ 1 മുതൽ 72 വരെയുള്ള ശ്ലോകങ്ങളാണ് ഉള്ളത്. അർജുന വിഷാദയോഗത്തിൽ തേരിൽ അതീവ ദുഃഖിതനായി ദുഃഖം ആവേശിച്ചുകൊണ്ട് വിഷണ്ണനായി തളർന്നിരിക്കുന്ന അർജുനനെ കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വിലപിക്കുന്ന അർജുനനെ കുറിച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് സാഖ്യയോഗത്തിലെ 1 മുതൽ 72 വരെയുള്ള ശ്ലോകങ്ങൾ മലയാളത്തിൽ ആഖ്യാനം ചെയ്യാം. 2-ാം അധ്യായം സാഖ്യയോഗം. 1-ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച തം തഥാ കൃപയാപിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. തം തഥാ കൃപയാപിഷ്ടം. തം അവനോട്, അതായത് അർജുനനോട്, തഥാ അപ്രകാരം, കൃപയാപിഷ്ടം കൃപയാ ആവിഷ്ടം എന്നുള്ളതാണ്. കൃപയാ ദയയാൽ, ആവിഷ്ടം ആവേശിക്കപ്പെട്ടവനും, അശ്രുപൂർണാകുലേക്ഷണം കണ്ണീർ നിറഞ്ഞ ആകുലമായ കണ്ണുകളോടു കൂടിയവനും, വിഷീദന്തമിദം വാക്യം വിഷീദന്തം ദുഃഖിക്കുന്നവനുമായ, ഇദം വാക്യം ഇങ്ങനെയുള്ള വാക്കുകളെ, ഉവാച മധുസൂദനഃ ഉവാച പറഞ്ഞു, മധുസൂദനഃ മധുസൂദനനായ ഭഗവാൻ. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം പറയുമ്പോൾ, ദയയാൽ ആവേശിക്കപ്പെട്ടവനും കണ്ണീർ നിറഞ്ഞതും ആകുലമായ കണ്ണുകളോടു കൂടിയവനും അപ്രകാരം ദുഃഖിക്കുന്നവനുമായ അർജുനനോട് മധുസൂദനനായ ഭഗവാൻ ഇങ്ങനെയുള്ള വാക്കുകളെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യ അകീർത്തികരമർജുന. കുതസ്ത്വാ കശ്മലമിദം. കുത എവിടെ നിന്നാണ്, ത്വാ നിന്നെ, കശ്മലമിദം ഇദം കശ്മലം ഈ മൗഢ്യം, വിഷമേ സമുപസ്ഥിതം വിഷമേ ആസന്നമായ ഈ യുദ്ധത്തിൻ്റെ സമയത്ത്, അതായത് ഈ ദുർഘട സന്ദർഭത്തിൽ, സമുപസ്ഥിതം കേറി പിടികൂടിയത്, അനാര്യജുഷ്ടമസ്വർഗ്യ അകീർത്തികരം അർജുന. അനാര്യജുഷ്ടം സജ്ജനങ്ങൾ ആചരിക്കാത്തതും, അസർഗ്യം സ്വർഗപ്രാപ്തിക്ക് തടസ്സവും, അകീർത്തികരം അർജുന അകീർത്തികരം ദുഷ്ടകീർത്തിയെ ഉണ്ടാക്കി തീർക്കുന്നതുമായ അർജുന, അല്ലയോ അർജുന. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഇങ്ങനെയാണ്. ശ്രീ ഭഗവാനുവാച ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, അർജുന അല്ലയോ അർജുന, ഈ ദുർഘട സന്ദർഭത്തിൽ, യുദ്ധം ആസന്നമായ ഈ ദുർഘട സന്ദർഭത്തിൽ സജ്ജനങ്ങൾ ആചരിക്കാത്തതും സ്വർഗപ്രാപ്തിക്ക് തടസ്സവും ദുഷ്കീർത്തിയെ ഉണ്ടാക്കി തീർക്കുന്നതുമായ ഈ മൗഢ്യം എവിടെ നിന്നാണ് നിന്നെ പിടികൂടിയത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ചോദിക്കുകയാണ്.
ശ്ലോകം 3. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈദത്വയ്യുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ക്ലൈബ്യം മാസ്മഗമഃ. ക്ലൈബ്യം പൗരുഷമില്ലായ്മയെ, മാസ്മഗമഃ നീ പ്രാപിക്കരുത്. പാർത്ഥ അർജുന, നൈദത്വയു ഉപപദ്യതേ എന്ന് പറഞ്ഞാൽ ത്വയി നിനക്ക്, ന ഉപപദ്യതേ ഒരു വിധത്തിലും യോജിച്ചതല്ല. രണ്ടുകൂടി ഒരുമിച്ച് പറഞ്ഞതാണ്. നൈദത്വയുപപദ്യതേ, ന ഉപപദ്യതേ ഒരു വിധത്തിലും യോജിച്ചതല്ല. ത്വയി നിനക്ക്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ക്ഷുദ്രം നിസ്സാരമായ, ഹൃദയ ദൗർബല്യം ഹൃദയത്തിൻ്റെ ഈ ദുർബലതയെ. ത്യക്തോത്തിഷ്ഠ പരന്തപ. ത്യക്തോത്തിഷ്ഠ ത്യക്ത്വ ഉപേക്ഷിച്ചിട്ട്, ഉത്തിഷ്ഠ നീ എഴുന്നേൽക്കൂ, പരന്തപ ശത്രുക്കളെ തപിപ്പിക്കുന്നവനെ. അപ്പം പൂർണ്ണമായി അർത്ഥം പറയുകയാണെങ്കിൽ, അർജുന, പൗരുഷമില്ലായ്മയെ നീ പ്രാപിക്കരുത്. ഇത് നിനക്ക് ഒരു വിധത്തിലും യോജിച്ചതല്ല. ശത്രുക്കളെ തപിപ്പിക്കുന്നവനെ, നിസ്സാരമായ ഹൃദയത്തിൻ്റെ ഈ ദുർബലതയെ ഉപേക്ഷിച്ചിട്ട് നീ എഴുന്നേൽക്കൂ എന്നാണ് പറയുന്നത്. ശ്ലോകം 4. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. കഥം, കഥം പറഞ്ഞാൽ എങ്ങനെയാണ്. ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. ഭീഷ്മം ദ്രോണം ച ഭീഷ്മരെയും ദ്രോണരെയും, സംഖ്യേ യുദ്ധത്തിൽ, അഹം ഞാൻ, മധുസൂദന മധു എന്ന അതിശക്തനായ അസുരനെ സംഹരിച്ചവനായ ഭഗവാനെ ശ്രീകൃഷ്ണ. ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദനഃ. ഇഷുഭി ശരങ്ങൾ കൊണ്ട്, പ്രതിയോത്സ്യാമി എതിർത്തു യുദ്ധം ചെയ്യുക. പൂജാർഹാവരിസൂദന പൂജാർഹൗ പൂജ്യരായ, അരിസൂദന ശത്രുക്കളെ നശിപ്പിക്കുന്നവനായ ഭഗവാനെ. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം പറയുകയാണെങ്കിൽ, അർജുനൻ പറഞ്ഞു, മധു എന്ന അതിശക്തനായ അസുരനെ സംഹരിച്ചവനായ മധുസൂദന ശ്രീകൃഷ്ണ ഭഗവാനെ. ശത്രുക്കളെ നശിപ്പിക്കുന്നവനായ ഈശ്വര ഭഗവാനെ അരിസൂദന. പൂജ്യരായ ഭീഷ്മരെയും ദ്രോണരെയും യുദ്ധത്തിൽ ഞാൻ എങ്ങനെയാണ് ശരങ്ങൾ കൊണ്ട് എതിർത്ത് യുദ്ധം ചെയ്യുക എന്ന് അർജുനൻ ചോദിക്കുകയാണ്. ശ്ലോകം 5. ഗുരുന്ന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിത്താൻ. ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിത്താൻ. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ. ഗുരൂൻ ഗുരുജനങ്ങളെ. ഹത്വാ കൊല്ലുകയാണെങ്കിൽ. ശ്രേയഹി ശ്രേയസ്കരം തന്നെയാണ്. മഹാനുഭാവാൻ മഹാനുഭാവന്മാരായ. ഭൈക്ഷ്യം ഭോക്തും ഭിക്ഷ യാചിച്ച് നടക്കുന്നവൻ, ഭിക്ഷ തെണ്ടി നടക്കുന്നവൻ. അപി ജീവിക്കുന്നത് പോലും.
ഇഹലോകേ ഈ ലോകത്തിൽ, അഹത്വ കൊല്ലാതെ. ഒന്നുകൂടി പറയാം. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ എന്ന് പറഞ്ഞാൽ, ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ, മഹാനുഭാവന്മാരായ ഗുരൂൻ ഗുരുജനങ്ങളെ, അഹത്വ കൊല്ലാതെ, ശ്രേയ ഹി ശ്രേയസ്കരം തന്നെയാണ്, ഭൈക്ഷ്യം ഭോക്തും ഭിക്ഷ യാചിച്ച് നടക്കുന്നവർ പോലും, അതായത് ഭിക്ഷ തെണ്ടി നടക്കുന്നവർ, ഇഹലോകേ ഈ ലോകത്തിൽ, ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ചീയ ഭോഗാൻ രുതിര പ്രതിഗ്ധാൻ. ഹത്വ കൊല്ലുകയാണെങ്കിൽ, അർത്ഥമാകാൻ തു അവൻ ധനാസക്തരാണവരെങ്കിലും, അവർ ധനാസക്തരാണെങ്കിലും, ഗുരുൻ ഗുരുജനങ്ങളെ, ഇഹ ഏവ ഈ ലോകത്തിൽ തന്നെ, ഭുഞ്ചീയ അനുഭവിക്കാൻ കഴിയുമായിരിക്കാം, ഭോഗാൻ ഭോഗങ്ങളെ, അതായത് രാജകീയ സുഖങ്ങളെ, രുധിര പ്രതിഗ്ധാൻ അവരുടെ ചോര പുരണ്ടതായ. അപ്പോൾ പൂർണ്ണമായിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ, മഹാനുഭാവന്മാരായ ഗുരുജനങ്ങളെ കൊല്ലാതെ ഈ ലോകത്തിൽ ഭിക്ഷ തെണ്ടി ജീവിക്കുന്നത് പോലും ശ്രേയസ്കരം തന്നെയാണ്. ഗുരുജനങ്ങളെ അവർ ധനാസക്തരാണെങ്കിലും കൊല്ലുകയാണെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ചോര പുരണ്ടതായ ഭോഗങ്ങളെ അനുഭവിക്കാൻ കഴിയുമായിരിക്കാം എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 6. ന ചൈദ്യുത്മഹ കദരന്നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമ സ്ഥേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. ന ചൈദ്യുത്മഹ കദരന്നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ എന്ന് പറഞ്ഞാൽ, ന ച ഏതത് വിദ്മഹ എനിക്കറിയാൻ കഴിയുന്നില്ല, യാൻ ഏവ യാതൊരുവരെ, ഹത്വ കൊന്നതിനു ശേഷം, ന ജിജീവിഷാമഹ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പോലും തോന്നുന്നില്ലയോ, ന ച ഏതത് വിദ്മഹ എനിക്കറിയാൻ കഴിയുന്നില്ല, യാൻ ഏവ യാതൊരുവരെ, ന ച ഏതത് വിദ്മഹ എനിക്കറിയാൻ കഴിയുന്നില്ല. കദരന്നോ ഗരിയോ, അതായത് കദരത് ഈ രണ്ടിൽ വച്ച്, ന ഞങ്ങൾക്ക്, ഗരീയ ഏതാണ് അധികം ശ്രേയസ്കരമെന്ന്, യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ യദി വാ ന ജയേയുഃ എന്ന് പറഞ്ഞാൽ അതോ അവർ ഞങ്ങളെ ജയിക്കുന്നതോ, യദ് വാ ജയേമഹ ഞങ്ങൾ അവരെ ജയിക്കുന്നതോ, യാനേവ ഹത്വാ ന ജിജീവിഷാമഹ യാനേവ ഹത്വാ കൊന്നതിനു ശേഷം, യാൻ ഏവ യാതൊരുവരെ, ന ജിജീവിഷാമഹ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പോലും തോന്നുന്നില്ലയോ, തേ അവസ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. തേ ധാർത്തരാഷ്ട്രാഃ എന്ന് പറഞ്ഞാൽ ആ ധൃതരാഷ്ട്രപുത്രരും അവരുടെ സഹായികളും, പ്രമുഖേ നമുക്കെതിരായി, അവസ്ഥിതാഃ ഇതാ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായ അർത്ഥം ഇങ്ങനെയാണ്. ഞങ്ങൾ അവരെ ജയിക്കുന്നതോ അതോ അവർ ഞങ്ങളെ ജയിക്കുന്നതോ, ഈ രണ്ടിൽ വെച്ച് ഞങ്ങൾക്ക് ഏതാണ് അധികം ശ്രേയസ്കരമെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. യാതൊരുവരെ കൊന്നതിനു ശേഷം ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പോലും തോന്നുന്നില്ലയോ,
ആ ധൃതരാഷ്ട്രപുത്രന്മാരും സഹായികളും നമുക്കെതിരായി ഇതാ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് വിഷമം അർജുനന് മാത്രമാണ്, അവർക്ക് യാതൊരു വിഷമവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ശ്ലോകം 7. കാർപ്പണ്യദോഷാപഹതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമൂഢചേതാഃ യച്ഛ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. കാർപ്പണ്യദോഷോ, ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്തതാണ് കൃപണത എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൃപണതയാകുന്ന ദോഷങ്ങളാൽ പഹത സ്വഭാവഃ, ബാധിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനും ധർമ്മസമ്മൂഢചേതാഃ, ധർമ്മം എന്താണെന്നറിയാത്തതിനാൽ മൂഢമായി തീർന്ന ബുദ്ധിയോടു കൂടിയവനുമായ ഞാൻ ത്വാം പൃച്ഛാമി, അങ്ങയോട് ചോദിക്കുന്നു. യത് ശ്രേയ സ്യാത്, യാതൊന്നാണോ എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന്. തത് മേ, തത് അതിനെ, മേ എനിക്ക്, നിശ്ചിതം ബ്രൂഹി തീർച്ചയാക്കി പറഞ്ഞു തന്നാലും. ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞാൽ ശിഷ്യനാണ്, തേ നിന്തിരുവടിയുടെ അങ്ങയുടെ, ത്വാം പ്രപന്നം മാം അങ്ങയെ ശരണം പ്രാപിച്ചവനായ എന്നെ, ശാധി വേണ്ടത് ഉപദേശിച്ചു തന്നനുഗ്രഹിച്ചാലും എന്നാണ് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായി അർത്ഥം പറയുകയാണെങ്കിൽ, കൃപണതയാകുന്ന ദോഷത്താൽ ബാധിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനും, അതായത് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്ത തരം സ്വഭാവത്തോട് കൂടിയവനും, ധർമ്മം എന്താണെന്നറിയാത്തതിനാൽ മൂഢമായി തീർന്ന ബുദ്ധിയോടു കൂടിയവനുമായ ഞാൻ യാതൊന്നാണോ എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് അങ്ങയോട് ചോദിക്കുന്നു. അതിനെ എനിക്ക് തീർച്ചയാക്കി പറഞ്ഞു തന്നാലും. ഞാൻ അങ്ങയുടെ ഭഗവാന്റെ നിന്തിരുവടിയുടെ ശിഷ്യനാണ്. അങ്ങയെ ശരണം പ്രാപിച്ചവനായ എന്നെ വേണ്ടത് ഉപദേശിച്ച് തന്ന് അനുഗ്രഹിച്ചാലും എന്നാണ് പറയുന്നത്. അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുന്നതാണ്. ശ്ലോകം 8. നഹി പ്രപശ്യാമി മമാപനുദ്യ ദ്യച്ഛോകമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണമപി ചാധിപത്യം. ന പ്രപശ്യാമി ഹി, ന ഹി പ്രപശ്യാമി എന്ന് പറയുന്നത് ന പ്രപശ്യാമി ഹി, ഞാൻ കാണുന്നില്ല നിശ്ചയം. മമാപനുദ്യാദ്യശോകം, അതായത് മമ ശോകം എൻ്റെ ദുഃഖത്തെ, യത് യാതൊന്ന്, അപനുദ്യാത് തീരെ ഇല്ലാതാക്കുന്നുവോ അതിനെ, തത് അതിനെ, ഉച്ഛോഷണം വാട്ടി വരട്ടുന്ന വാടി തളരുന്ന, ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങളെ, അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണമപി ചാധിപത്യം. അവാപ്യ അപി കിട്ടിയാൽ പോലും, ഭൂമൗ ഭൂമിയിൽ, അസപത്നം ശത്രുക്കളില്ലാതായി തീർന്നതും, ഹൃദ്ധം ഐശ്വര്യസമൃദ്ധവുമായ, രാജ്യം രാജ്യത്തെയും, സുരാണാം ദേവന്മാരുടെ, ആധിപത്യം ച അധിപനായിത്തീരുക, അതായത് ഇന്ദ്രനായിത്തീരുന്ന അവസ്ഥയെയും. അപ്പോൾ പൂർണ്ണമായിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ, ഭൂമിയിൽ ശത്രുക്കളില്ലാതായി തീർന്നതും സമൃദ്ധവുമായ രാജ്യത്തെയും ദേവന്മാരുടെ അധിപനായ ഇന്ദ്രനായി തീരുക എന്ന അവസ്ഥ കിട്ടിയാൽ പോലും ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ വാടിത്തളർത്തുന്ന വാട്ടി വരട്ടുന്ന എൻ്റെ ഈ ദുഃഖത്തെ
യാതൊന്ന് തീരെ ഇല്ലാതാക്കുന്നുവോ അതിനെ ഞാൻ കാണുന്നില്ല നിശ്ചയം എന്ന് പറയാണ്. അർജുനൻ ഭഗവാനോട് പറയാണ്. ശ്ലോകം 9. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശപരന്തപഃ ന യോത്സ്യ ഇതി ഗോവിന്ദമുക്ത്വാ തൂഷ്ണീം ബഭൂവഃ. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു. ഏവം ഉക്ത്വാ ഹൃഷീകേശം ഏവം ഉക്ത്വാ ഇപ്രകാരം അറിയിച്ചതിനു ശേഷം ഹൃഷീകേശം ഇന്ദ്രിയങ്ങളുടെ നിയന്താവായ ശ്രീകൃഷ്ണ ഭഗവാനോട് ഗുഡാകേശഃ ഉറക്കത്തെ ജയിച്ചവനായ അർജുനൻ, പരന്തപഃ പരം തപഃ ശത്രുക്കളെ തപിപ്പിക്കുന്നവനും, ന യോത്സ്യ ഇതി ഗോവിന്ദമുക്താ തുഷ്ണീം ബഭൂവഃ. ന യോത്സ്യേ ഞാൻ യുദ്ധം ചെയ്യില്ല. ഇതി ഗോവിന്ദമുക്ത്വാ ഇതി ഇങ്ങനെ, ഉക്ത്വാ പറഞ്ഞുകൊണ്ട്, ഗോവിന്ദ വേദവാക്യങ്ങളാൽ മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ഭഗവാനോട്, തുഷ്ണീം ബഭൂവഃ തുഷ്ണീം ബഭൂവ മിണ്ടാതിരുന്നു. ഹ കഷ്ടം തന്നെ. അപ്പോൾ പൂർണ്ണമായി അർത്ഥം പറയുകയാണെങ്കിൽ, ശത്രുക്കളെ തപിപ്പിക്കുന്നവനും ഉറക്കത്തെ ജയിച്ചവനുമായ അർജുനൻ ഇന്ദ്രിയങ്ങളുടെ നിയന്താവായ ഭഗവാൻ ശ്രീകൃഷ്ണനോട്, ഹൃഷീകേശനോട് ഇപ്രകാരം അറിയിച്ചതിനു ശേഷം വേദവാക്യങ്ങളാൽ മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ഭഗവാനോട്, ഗോവിന്ദനോട്, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നു. കഷ്ടം തന്നെ എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 10. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. തമുവാച ഹൃഷീകേശഃ ഇന്ദ്രിയങ്ങളുടെ നിയന്താവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ, തമുവാച അതായത് ഇദം വച ഉവാചഃ എന്ന് പറഞ്ഞാൽ ഈ വാക്കുകളെ പറഞ്ഞു. പ്രഹസന്നിവ ഭാരത, പ്രഹസന്നിവ അതായത് പ്രഹസൻ ഇവ പുഞ്ചിരി തൂകിക്കൊണ്ടെന്ന പോലെ, ഭാരതവംശജനായ ധൃതരാഷ്ട്ര മഹാരാജാവേ. അത് ധൃതരാഷ്ട്ര മഹാരാജാവിനുള്ള സംബോധനയാണ് ഭാരത എന്ന് വിളിക്കുന്നത്. സേനയോരുഭയോർ മധ്യേ വിഷീദന്തമിദം വചഃ. ഉഭയോ സേനയോ മധ്യേ, അതാണ് സേനയോരുഭയോർ മധ്യേ, ഉഭയോ സേനയോ മധ്യേ രണ്ടു സൈന്യങ്ങളുടെയും നടുക്ക്, വിഷീദന്തമിദം വചഃ വിഷീദന്തം ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന, തം അവനോട് അതായത് അർജുനനോട്, ഇദം വച ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, ഈ വാക്കുകളെ പറഞ്ഞു എന്നാണ്. മുഴുവൻ പൂർണ്ണമായിട്ടുള്ള അർത്ഥം പറയുകയാണെങ്കിൽ, ഭരതവംശജനായ ധൃതരാഷ്ട്ര മഹാരാജാവേ ഭരത, രണ്ടു സൈന്യങ്ങളുടെയും നടുക്ക് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന അർജുനനോട് പുഞ്ചിരി തൂകിക്കൊണ്ടെന്ന പോലെ ഇന്ദ്രിയങ്ങളുടെ നിയന്താവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ വാക്കുകളെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 11 മുതൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നതാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കൃഷ്ണ ഗുരുവായൂരപ്പ.